ഷാർലറ്റ് പെർക്കിൻസ് ഗിൽമന്റെ ദി യെല്ലോ വാൾപേപ്പർ. ഇത് വെറുമൊരു കഥയാണെന്ന് വിചാരിച്ചാൽ തെറ്റ്. ഒരു മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെയാണ് പതിയെ പതിയെ ഇല്ലാതാവുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത്. അതും ഭയങ്കരമായൊരു നേർക്കാഴ്ച. അപ്പോൾ നമുക്ക് ആ 19-ാം നൂറ്റാണ്ടിലേക്കൊന്ന് പോയി നോക്കാം. ആ മഞ്ഞ വാൾപേപ്പറിന്റെ രഹസ്യങ്ങൾ എന്താണെന്നറിയണ്ടേ? എന്റെ ജീവിതത്തിൽ ഇത്രയും മോശം ഒരു വാൾപേപ്പർ ഞാൻ കണ്ടിട്ടില്ല. കഥയുടെ തുടക്കത്തിൽ തന്നെ നായിക പറയുന്ന വാക്കുകളാണിത്. അതിൽ തന്നെ ഒരു വെറുപ്പുണ്ടല്ലേ? ഇതൊരു തുടക്കം മാത്രമാണെന്നോർക്കണം. വെറുമൊരു വാൾപേപ്പറിനെ ഇത്രയധികം ഭയാനകമാക്കാൻ എന്തായിരിക്കും കാരണം? അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു വിശ്രമ ചികിത്സയുടെ പേടി സ്വപ്നം. കേൾക്കുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും അല്ലേ? വിശ്രമ ചികിത്സ എന്നൊക്കെ. പക്ഷേ ആ പേരിന് പിന്നിൽ ഒളിപ്പിച്ച ആ ചികിത്സ ഒരു പേടി സ്വപ്നമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ വിശ്രമ ചികിത്സ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതിനൊരു ചികിത്സയെന്ന് വിളിക്കാൻ പറ്റില്ല. ഇതൊരു തരം ടോർച്ചറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഴുതാൻ പാടില്ല, വായിക്കാൻ പാടില്ല, സ്വന്തമായി ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ഒരു മനുഷ്യന്റെ, പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ മനസ്സിനെ ശ്വാസം മുട്ടിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? ശരിക്കും അവളുടെ ദുരന്തത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. അപ്പോ കഥ മുന്നോട്ടു പോകുന്നത് ഇങ്ങനെയാണ്. ഒരു വേനൽക്കാല വസതിയിൽ വെറുതെ വിശ്രമിക്കാൻ വന്നതാണ്. പക്ഷേ പതിയെ പതിയെ അത് ഭ്രാന്തിലേക്കുള്ളൊരു വീഴ്ചയെ മാറുകയാണ്. ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ആ മുറിയും അതിലെ ആ മഞ്ഞ വാൾപേപ്പറും അവളെ അങ്ങ് വിഴുങ്ങുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് വരാം. മഞ്ഞ വാൾപേപ്പറിന് പിന്നിൽ. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും കഥയുടെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈ വാൾപേപ്പർ? അതൊരു വെറും കടലാസ് കഷ്ണമല്ല. അല്ലേയല്ല. ഈ കഥയുടെ മുഴുവൻ രഹസ്യങ്ങളും അതിനുള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവൾ വിവരിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും ഇതൊരു നോർമൽ വാൾപേപ്പർ അല്ലെന്ന്. അതിന്റെ ഡിസൈൻ ആകെ താറുമാറാണ്. മങ്ങിയൊരു മഞ്ഞ നിറം, കണ്ടാൽ വെറുപ്പ് തോന്നുന്ന രൂപങ്ങൾ. സത്യത്തിൽ ഇതെല്ലാം അവളുടെ ഉള്ളിലെ അസ്വസ്ഥതകളുടെയും കൺഫ്യൂഷന്റെയും ഒരു പ്രതിഫലനമാണ്. ആ വാൾപേപ്പർ ശരിക്കും അവളുടെ മനസ്സിന്റെ ഒരു കണ്ണാടിയായി മാറുകയായിരുന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ആ വാൾപേപ്പറിന്റെ ഡിസൈനിന് പിന്നിൽ ഒരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ. അത് മറ്റാരുമല്ല, അവൾ തന്നെയാണ്. പുരുഷാധിപത്യ സമൂഹം തീർത്ത ഒരു അദൃശ്യമായ കൂട്ടിൽ കുടുങ്ങിപ്പോയ അവളുടെ സ്വന്തം ആത്മാവായിരുന്നത്. ഇനി മൂന്നാം ഭാഗം, അടിച്ചമർത്തലിന്റെ വാസ്തുവിദ്യ. അതായത് വാൾപേപ്പർ ഒരു സിമ്പൽ മാത്രമാണ്. യഥാർത്ഥ ജയിൽ അതായിരുന്നില്ല. ആ മുറി, ആ വീട്, അവളെ ചികിത്സിച്ച രീതി, ഇതെല്ലാം അവളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിരുന്നു. ഈ ഒരു കോൺട്രാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവളുടെ ഭർത്താവ് ജോൺ ഒരു ഡോക്ടറാണ്. അയാൾ അവളുടെ അവസ്ഥയ്ക്ക് ഹിസ്റ്റീരിയ എന്നൊരു പേരിട്ട് അതിനെ നിസ്സാരമാക്കുകയാണ്. പക്ഷെ അവൾ അനുഭവിച്ചിരുന്നത് അതായിരുന്നില്ല. അത് ഭയങ്കരമായ ഒറ്റപ്പെടലായിരുന്നു. ആരും കേൾക്കാത്ത നിലവിളികളായിരുന്നു. അവൾക്ക് ശരിക്കും എന്തായിരുന്നോ വേണ്ടിയിരുന്നത്? എഴുതാനും ചിന്തിക്കാനുമൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷേ ഈ ചികിത്സയുടെ പേരിൽ അവൾക്ക് കിട്ടിയതോ പൂർണ്ണമായ നിശബ്ദതയും ഒറ്റപ്പെടലും മാത്രം. അപ്പോൾ ഇവിടെ യഥാർത്ഥ രോഗമേതായിരുന്നു? ആ ചികിത്സ തന്നെയായിരുന്നു. ആ മുറിയിലെ ഓരോ സാധനത്തിനും ഒരു അർത്ഥമുണ്ടായിരുന്നു. ഓരോന്നും അവളുടെ ജയിലിന്റെ ഭാഗമായിരുന്നു. അതൊരു നഴ്സറി മുറിയായിരുന്നു, പണ്ട് കുട്ടികളെ കിടത്താൻ ഉപയോഗിച്ചത്. അവളെയും ഒരു കുട്ടിയെപ്പോലെയാണ് സമൂഹം കാണുന്നത് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. പിന്നെ ആ ജനലുകൾക്ക് അഴികളുണ്ടായിരുന്നു, ശരിക്കും അവളുടെ ശാരീരികവും മാനസികവുമായ തടവിന്റെ പ്രതീകം. അങ്ങനെ നമ്മൾ 4-ാം ഭാഗത്തേക്കെത്തി. ഭ്രാന്തിലൂടെ ഒരു ചെറുത്തുനിൽപ്പ്. കഥയുടെ അവസാനം സംഭവിക്കുന്നത് വെറുമൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ അല്ല. അത് അതുവരെ അനുഭവിച്ച എല്ലാ അടിച്ചമർത്തലുകൾക്കുമെതിരെയുള്ള ഭീകരമായ, വിചിത്രമായ ഒരു പൊട്ടിത്തെറിയാണ്. ഇഴയുന്നു. ഈ ഒരൊറ്റ വാക്കിൽ ആ കഥയുടെ ഭീകരമായ ക്ലൈമാക്സ് മുഴുവനുമുണ്ട്. തറയിലൂടെ കീറിപ്പറഞ്ഞ ആ വാൾപേപ്പറിന് മുകളിലൂടെ അവൾ ഇഴയുമ്പോൾ അതവളുടെ ഒരു തരം സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി മാറുകയാണ്. വിചിത്രവും ഭയാനകവുമായ ഒന്ന്. ഞാൻ ഒടുവിൽ പുറത്തുവന്നു. ഇനി നിങ്ങൾക്ക് എന്നെ തിരികെ വയ്ക്കാനാവില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾ വിജയിച്ചതായി തോന്നുന്നില്ലേ? അവളുടെ കാഴ്ചപ്പാടിൽ അവൾ ആ വാൾപേപ്പറിന് പിന്നിലെ സ്ത്രീയെ മാത്രമല്ല മോചിപ്പിച്ചത്, സ്വന്തം അസ്തിത്വത്തെ തന്നെയാണ്. ഭ്രാന്തിലൂടെ അവൾ നേടിയെടുത്ത ഒരു തരം വിചിത്രമായ സ്വാതന്ത്ര്യം. നമ്മുടെ അവസാന ഭാഗം, കഥയുടെ അനശ്വരമായ ശക്തി. 100 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോഴും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്? കാരണം വളരെ സിമ്പിളാണ്. കാലം മാറുന്നതിനനുസരിച്ച് ഈ കഥയ്ക്ക് പുതിയ പുതിയ അർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ടൈമിലെ നോക്കൂ. കാലം മാറുമ്പോൾ കഥയുടെ വായനകളും എങ്ങനെ മാറുന്നു എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് പ്രസിദ്ധീകരിച്ച കാലത്ത് ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ കഥ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് 70കളിലൊക്കെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഇതിനെ അവരുടെ ഏറ്റവും ശക്തമായൊരു കൃതിയായിട്ടെടുത്തു.
അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദി യെല്ലോ വാൾപേപ്പർ ഒരു സ്ത്രീക്ക് ഭ്രാന്ത് പിടിച്ച കഥ മാത്രമല്ല, അതിലുപരി സ്ത്രീകളുടെ ശബ്ദത്തിനും അവരുടെ സർഗാത്മകതയ്ക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു വലിയ മുറവിളിയാണ്. അതുകൊണ്ടാണ് സാഹിത്യ ചരിത്രത്തിൽ ഇതിനിത്രയും വലിയൊരു സ്ഥാനമുള്ളത്. അവസാനമായി ഈ ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് നിർത്താം. അവളുടെ ആ അവസാനത്തെ പ്രവൃത്തി അതൊരു ദാരുണമായ തകർച്ചയായിരുന്നോ, അതോ ആ സാഹചര്യത്തിൽ അവൾക്ക് നേടാൻ കഴിയുമായിരുന്ന ഒരേയൊരു വിമോചനം അതായിരുന്നോ? 100 വർഷം കഴിഞ്ഞിട്ടും ഈ ചോദ്യം ഇപ്പോഴും വായനക്കാരെ വേട്ടയാടുന്നു.